ജസീം, യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള ഗാനാർച്ചന സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പായി നടക്കുമെന്ന് പറയുന്നു. അതെപ്പോഴാണ് നടക്കുക? അല്ല എങ്ങനെ പോയതപ്പ ആനന്ദ്? അന്തരിച്ച കവി ONV കുറുപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ തൈക്കാട് ശാന്തി കവാടത്തിൽ പുരോഗമിക്കുകയാണ്. കൃപ നാരായണൻ ചേരുന്നു തൈക്കാട് ശാന്തി കവാടത്തിൽ നിന്ന്. കൃപ, യേശുദാസിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് പറഞ്ഞ ഗാനാർച്ചനയാണോ ഇപ്പോൾ നടക്കുന്നത്? അജിൻസ് ഗാനാർച്ചന ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ യേശുദാസ് എത്തുന്നതിലും അതിന് മുൻപുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. യേശുദാസ് കൂടി എത്തിയ ശേഷമായിരുന്നു ഗാനാർച്ചന പൂർണ്ണമായ രീതിയിലേക്ക് മാറുക. ONV കുറുപ്പ് രചിച്ച ഗാനങ്ങളാണ്, ചലച്ചിത്ര ഗാനങ്ങളാണ് അദ്ദേഹത്തിന് ഗാനാർച്ചനയായി ആദരാഞ്ജലികളായി ഇവിടെ 84 ഗായകർ ചേർന്ന് ആലപിക്കുന്നത്. ഉചിതമായ മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് തന്നെയാണ് സാംസ്കാരിക കേരളം നൽകുന്നത്. 84 ഗായകർ ചേർന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വരികൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലിയായി ആദരാഞ്ജലിയായി അർപ്പിക്കുകയാണ്. ഗാനഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഗാനാർച്ചനയിൽ പങ്കുചേരുന്നു. അതിന് ഒരു ഉചിതമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് മലയാള സാഹിത്യ ലോകം, സാംസ്കാരിക ലോകം മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാൻ പ്രമുഖരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രിമാരായ KC ജോസഫ് ഉൾപ്പെടെയുള്ളവർ, M വിജയകുമാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കളക്ടർ ലിജു പ്രഭാകർ നേരത്തെ തന്നെ ഇവിടെയുണ്ട്. പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനായി ശാന്തി കവാടത്തിലേക്ക്, അദ്ദേഹം തന്നെ പേരിട്ട ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഭൗതിക ശരീരം വിലാപയാത്രയായി അല്പസമയത്തിനകം ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേരും. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ വസതിയായ ഇന്ദീവരത്തിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചത്. ഭൗതിക ശരീരം വിലാപയാത്രയായി അല്പസമയത്തിനകം ഇവിടെ ശാന്തി കവാടത്തിൽ എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ ഒരു ഗാനാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കുചേരുന്നുണ്ട്. 84 ഗായകരാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആലപിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളത്തിൻ്റെ പ്രിയ കവിക്ക് സാംസ്കാരിക ലോകം വിട നൽകുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കേരള നിയമസഭയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, KC ജോസഫ് എന്നിവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കടകംപള്ളി ഉൾപ്പെടെയുള്ള M വിജയകുമാർ. കൃപ, ദയവായി തുടരുക. ജസീം വീണ്ടും ചേരുന്നു. ജസീം, മരണശേഷം ഏതാണ്ട് ഒരു ദിവസത്തിലധികം അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരുന്നു. ഇന്നലെ ഞായറാഴ്ച ആരൊക്കെയാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത്? ജസീം, കേൾക്കാമോ? മരണശേഷം ഏതാണ്ട് ഒരു ദിവസത്തിലധികം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചിരുന്നു. ഇന്നലെ ഭവനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ആരൊക്കെ സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു? അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്നലെ രാവിലെ 11:15 കൂടിയാണ്
തിരുവനന്തപുരം BJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചത്. വൈകിട്ട് 3 മണി വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം. എന്നാൽ കൂടുതൽ ആളുകൾ, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ഒരു ജനപ്രവാഹം തന്നെ ഇന്നലെ അദ്ദേഹത്തെ പൊതുദർശനത്തിനായി എത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ 3 മണി വരെ നിശ്ചയിച്ചിരുന്ന പൊതുദർശനം 5 മണി വരെ നീട്ടുകയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വസതിയായ ഇന്ത്യപുരത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. വലിയ ജനപ്രവാഹം തന്നെയാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ വസതിയിലും എത്തിയിരുന്നത്. ഇന്ന് രാവിലെയും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. വലിയ ഒരു ആൾക്കൂട്ടം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനായി എത്തിയിരുന്നു. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നത്. 8:30 അദ്ദേഹം എത്തുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപായും അദ്ദേഹം വന്നു പോയതിനു ശേഷവും മന്ത്രിമാരായ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്ന് രാവിലെ എത്തിച്ചേർന്നിരുന്നു. മന്ത്രിമാരായ VS ശിവകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്ബ്, ഷിബു ബേബി ജോൺ, KP മോഹനൻ, KC ജോസഫ്, PJ ജോസഫ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ കാണുന്നതിനായി എത്തിയിരുന്നു. CPI നേതാവ് കാനം രാജേന്ദ്രൻ, മലയാളത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ തുറകളിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തിയിരുന്നു. KJ യേശുദാസ് അദ്ദേഹത്തെ ഇന്ന് വസതിയിലെത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ശാന്തി കവാടത്തിലേക്ക് പോയത്. ഇപ്പോൾ വിലാപയാത്രയായി ശാന്തി കവാടത്തിലേക്ക് മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തും. മൃതദേഹം എത്തുന്ന മുറക്ക് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു വിടവാങ്ങൽ, അന്തിമ യാത്രയാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം മലയാളികൾ നൽകുന്നത് എന്ന് വേണം പറയാൻ. അല്പസമയത്തിനകം ശാന്തി കവാടത്തിൽ മൃതദേഹം എത്തുകയും ഔദ്യോഗികമായി തന്നെ പരിപൂർണമായ ബഹുമതികളോടുകൂടി തന്നെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. ഇതിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ നഗരങ്ങളിൽ അദ്ദേഹത്തിന്റെ അധ്യാപന വൃത്തിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ അദ്ദേഹം അധ്യാപന സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് നഗരത്തിലെ മുഴുവൻ കോളേജുകൾക്കും നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലുമുള്ള ബഹുമതികളോടുകൂടിയുള്ള യാത്രയയപ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മലയാളികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, സാംസ്കാരിക കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നമ്മൾക്കറിയാവുന്നത് പോലെ നേരത്തെ തന്നെ നിയമസഭാ സമ്മേളനം അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ തീരുമാനിക്കുകയും ഇതിന്റെ ഭാഗമായി മറ്റ് നിയമസഭാ സമ്മേളനത്തിന്റെ നടപടികൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 11:30 അദ്ദേഹത്തിന് ആദരമർപ്പിക്കാനായി നിയമസഭാ സമ്മേളനം ചേരുകയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് പിരിയുകയും ചെയ്യും. അതിന് മുൻപായിട്ട് ഏതാണ്ട് കൃത്യം 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ ആരംഭിക്കും. അതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹം തന്നെ പേര് നൽകിയതാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന് അന്തിമ യാത്രയയപ്പ് സാംസ്കാരിക കേരളം നൽകും. അജിംഷ്. ശരി ജസീം, കൃപയിലേക്ക് കൂടി. കൃപ, ONV കുറുപ്പിന്റെ ഭൗതിക ശരീരം ശാന്തി കവാടത്തിൽ എത്തിയോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? അന്തരിച്ച മഹാകവി ONV കുറുപ്പിന്റെ ഭൗതിക ശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ അല്പസമയത്തിനകം സംസ്കരിക്കും. അദ്ദേഹത്തിന്റെ വസതിയായ ഇന്ത്യവരത്തിൽ നിന്ന് മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ ശാന്തി കവാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം ശാന്തി കവാടത്തിലെത്തും. ഇപ്പോൾ ONV കുറുപ്പ് രചിച്ച ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള ഗാനാർച്ചന പുരോഗമിക്കുകയാണ്. നിരവധി ഗായകരും ഗായികമാരും ആ ഗാനാർച്ചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തൈക്കാട് ശാന്തി കവാടത്തിൽ നിരവധി പ്രമുഖരാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നിയമസഭ ഇന്ന് 11 മണിക്ക് ചേർന്ന് അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് പിരിയും എന്നറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ മഹാകവിക്ക് അർഹിക്കുന്ന അന്ത്യയാത്ര തന്നെയാണ് സാംസ്കാരിക കേരളം ONV കുറുപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക്.